ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. ഡോമിനാർ ഡിസ്കണ്ടിന്യൂ ചെയ്യോ? പൾസർ NS400 ലോഞ്ച് ചെയ്തത് അതുകൊണ്ടാണോ? വാങ്ങാൻ പ്ലാൻ ഉണ്ട്, ഇപ്പോൾ വാങ്ങിയാൽ അബദ്ധമാകുമോ എന്നൊക്കെയാണ് ഡോമിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ്സ്. എന്തായാലും ഡോമിനാർ ഡിസ്കണ്ടിന്യൂ ഒന്നും ആവാൻ പോകുന്നില്ല. പകരം ന്യൂ ഡോമിനാർ, അതായത് അപ്ഡേറ്റഡ് ഡോമിനാർ വരുമെന്ന് തന്നെയാണ് ബജാജ് പറയുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഡോമിനാറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത്? എക്സിസ്റ്റിംഗ് വണ്ടിയേക്കാൾ മികച്ചതാണോ? വാങ്ങാൻ പോകുന്ന ഒരാൾ ഇപ്പോൾ വാങ്ങണോ, അതോ ലോഞ്ച് ചെയ്തിട്ട് വാങ്ങിയാൽ മതിയോ, അതോ വേറെ ബൈക്സ് കൺസിഡർ ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുതിയ ഡോമിനാറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCD ഡിസ്പ്ലേ വരുമെന്നുള്ളതാണ്. TFT ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും നമ്മുടെ NS400 വരുന്ന LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയായിരിക്കും ഈ വണ്ടിയിലും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, കോൾ ആൻഡ് SMS അലേർട്സ്, ഫ്യൂൽ എഫിഷ്യൻസി, റേഞ്ച് എസ്റ്റിമേഷൻ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ക്ലോക്ക്, ട്രിപ്പ് മീറ്റേഴ്സ്, സർവീസ് റിമൈൻഡേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് ട്രിപ്പ് മീറ്റർ, സർവീസ് റിമൈൻഡർ, പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അതെല്ലാം നമ്മൾ ഓൾറെഡി വരുന്ന ഡിസ്പ്ലേൻ്റെ അകത്ത് ഉണ്ടെങ്കിലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാഫിക്സിലും ഡിസൈനിലും ആയിരിക്കും ഈ പുതിയത് വരുന്നത്. NS400 വരുന്ന അതേ ഡിസ്പ്ലേ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡറി മീറ്റർ ഉണ്ടല്ലോ, ഡോമിനാറിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ വരുന്നത്, ആ മീറ്റർ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ പാനലാണ് ഡോമിനാറിൽ ഇനി ബജാജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ആ സെക്കൻഡറി മീറ്റർ ഉണ്ടാവില്ല. അത് ആക്ച്വലി ഒരു ഐക്കോണിക് ലുക്ക് തന്നെയായിരുന്നു 2 മീറ്റേഴ്സൊക്കെ ആയിട്ട് വരുന്നൊരു ബൈക്ക് എന്ന് പറയുമ്പോൾ. എന്തായാലും ഇനി അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സ്പൈ ഷോട്ട്സിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ഈ ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഫീച്ചറാണ് ഒരു ഹൈവേ ടൂററിനെ സംബന്ധിച്ച്. കാരണം നമ്മൾ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഹാൻഡിൽ ബാറിൽ വരുന്ന വൈബ്രേഷൻസ് കാരണം ക്യാമറ, നമ്മുടെ മൊബൈൽ ക്യാമറയുടെ OIS ഒക്കെ അടിച്ചു പോകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഇത് അറിയില്ലാണ്ട് അതിൽ വെച്ച് ടൂർ ചെയ്തൊക്കെയാണ് അത് അടിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ സംഭവിക്കാറുണ്ട്. സോ എന്തായാലും ഈ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുമ്പോൾ ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് ഡ്യൂക്സിൽ വരുന്ന പോലത്തെ കൺട്രോൾ സ്വിച്ചുകൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് കോൾസ് എടുക്കാനും മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റിൽ ടെലികോം കണക്ട് ചെയ്ത് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും കോൾസ് ആൻസർ ചെയ്യാനും മെസ്സേജസ് റീഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ആ കൺട്രോൾസ് യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്തായാലും ഒരു ടൂറിനെ സംബന്ധിച്ച് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് റൈഡ് ബൈ വയറും റൈഡിങ് മോഡ്സും ആണ്. സോ എന്തായാലും ഡോമിനാറിൽ ഉണ്ടായിരുന്ന എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നു ഈ ആക്സിലേറ്റർ കേബിൾ. അതിൻ്റെ ഒരു ലെങ്ത് കുറവുള്ളത് കൊണ്ട് റൈറ്റ് സൈഡിലേക്കൊക്കെ ഒന്ന് വലിഞ്ഞ് വണ്ടി തിരിയുകയാണെങ്കിൽ അതിൻ്റെ പ്ലേ കൂടിയിട്ട് റെവ് ആവുന്നതും, അല്ലെങ്കിൽ ഇത് കാലക്രമേണ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി അത് തുരുമ്പെടുക്കുന്നതും, അതിൻ്റെ കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ ഡോമിനാർ യൂസ് ചെയ്യുന്ന എല്ലാ ഓണേഴ്സിനും ഇത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മിക്കവരും ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കോമൺ ഇഷ്യൂ ആയിട്ട്. അപ്പോൾ പൊതുവേ ഇതിനൊരു സൊല്യൂഷനായിട്ട് പലരും ചെയ്യുന്നത് 220-യുടെ പൾസർ 220-യുടെ കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ആക്സിലേറ്റർ കേബിൾ യൂസ് ചെയ്ത് ആ പ്ലേ കവർ ചെയ്യാറാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. സർവീസ് എന്ന് തന്നെ പറഞ്ഞാണ്. സോ നമ്മുടെ ആക്സിലേറ്റർ കേബിളിന് കുറച്ച് പ്ലേ കൂടുതലിടും. സോ അതുകൊണ്ട് റൈറ്റിലേക്കൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിലങ്ങ് കോമ്പൻസേറ്റ് ആയി പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടത്. എന്തായാലും ഈ ഒരു ഇഷ്യൂസിൻ്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടായിരിക്കും റൈഡ് ബൈ വയർ ത്രോട്ടൽ വരുന്നത്. അപ്പോൾ കേബിളിൻ്റെ ആവശ്യമില്ല, സെൻസേഴ്സാണ്. പിന്നെ കുറച്ചും കൂടെ നല്ല ത്രോട്ടൽ റെസ്പോൺസ് കിട്ടും. സോ നമ്മളൊരു 50% വേഗം തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ECU അത് റീഡ് ചെയ്ത് നേരെ ത്രോട്ടൽ ബോഡി 50% ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ എന്തുകൊണ്ടും റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ റൈഡ് ബൈ വയറിന് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ റൈഡിങ് മോഡ്സ് വരുന്നതോടുകൂടി നമുക്ക് ABS-ൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. റെയിൻ, ഓഫ് റോഡ്, അങ്ങനത്തെയൊക്കെ പല റൈഡിങ് മോഡ്സ് ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ടെറൈൻ പോലെ നമുക്കത് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നിലവിൽ ABS-ന് എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോകണേൽ ഫ്യൂസ് ഊരിയിട്ട് നേരെ ABS-ൻ്റെ ഫുൾ യൂണിറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ. സോ അതിനൊക്കെ മാറി കുറച്ചും കൂടി ഇങ്ങനത്തെ മോഡ്സ് വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നാലാമതായിട്ടുള്ളതാണ് എമിഷൻ കംപ്ലയൻസ്. ഓൾറെഡി നമ്മുടെ വണ്ടി E20 കംപ്ലൈൻ്റ് ആയിട്ടാണ് വരുന്നത്. E20 പെട്രോൾ നമുക്ക് വണ്ടിയിൽ യൂസ് ചെയ്യാം. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് OBD2B എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പുതിയ ഡോമിനാർ വരാൻ പോകുന്നത്. എൻജിൻ പെർഫോമൻസ് ഒന്നും മാറില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 40 PS പവറും 35 Nm ടോക്കും തന്നെയായിരിക്കും വണ്ടിയിൽ വരുന്നത്. കുറച്ചും കൂടെ ട്യൂണിങ്ങിലൊക്കെ ചേഞ്ചസ് വരും എന്നൊക്കെ അറിയാൻ സാധിച്ചു. അതായത് ലോ ആൻഡ് ടോർക്കിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുമെന്നും, ഇപ്പോൾ സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഇതിനുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും അഡാപ്റ്റീവ് ECU ഒക്കെ ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു വരാൻ പോകുന്ന ഫൈൻ ട്യൂണിങ്.
പിന്നെ ഡിസൈൻ ആൻഡ് എസ്തെറ്റിക്സ് ചേഞ്ച് ഒക്കെ ആയിരിക്കും. അപ്പോൾ കളർ വേരിയൻസ് നിലവിൽ ചാർക്കോൾ ബ്ലാക്കും ഗ്രീനും, സാവാന ഗ്രീനും ആണ് നിലവിൽ ഡോമിനാറിന് അവൈലബിൾ ആയിട്ടുള്ളത്. സോ വേറെ 1-2 കളേഴ്സും കൂടെയൊക്കെ വരുമെന്നാണ് എക്സ്പെക്റ്റഡ്. എന്തായാലും അതിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഡോമിനാർ എന്നൊക്കെ കളർ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ 250 കളർ ചേഞ്ച് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേർ കളർ ബുക്കിൽ പെയിന്റ് അടിക്കുമ്പോൾ അടിക്കുന്ന പോലെയാണ് ഡോമിനാർ അതിൻ്റെ ഡിസൈൻ ചെയ്ത് ഇറക്കി വിട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വൈറ്റ് അലോയ്സ്, എനിക്ക് എന്തോ വൈറ്റ് അലോയ്സിനോട് ഭയങ്കര അലർജിയാണ്. ഒരു ലിമിറ്റഡ് എഡിഷൻ കളർ വന്നായിരുന്നു, ഒരു ടൂറിംഗ് സ്പെക്ക്. അതാണെങ്കിൽ അതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബെറ്റർ സീറ്റിംഗ്സ് ആൻഡ് സസ്പെൻഷൻ ട്യൂണിങ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സ്റ്റിഫർ തന്നെയാണ്, എന്നാൽ പോലും കുറച്ചും കൂടെ ഒരു ഹൈവേ സെൻട്രിക് ആയിട്ട് കുറച്ചും കൂടെ ഫൈനലി ട്യൂൺ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഓൾറെഡി സീറ്റ്സ് കുറച്ച് കംഫർട്ടബിൾ ആണ്, എന്നാലും എന്തൊക്കെയോ ഒരു അപാകത അതിലുണ്ട്. ഒരുപാട് ഹൈവേ ടൂർ ചെയ്യുന്നവരൊക്കെ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തും. ജെൽ സീറ്റ് അല്ലെങ്കിൽ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈവൻ ബജാജ് ക്ലെയിം ചെയ്യുന്നത് ജർമ്മൻ എഞ്ചിനീയർഡ് സീറ്റ്സ് ആണെന്നൊക്കെയാണ്. ടെയിൽ ബോണിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈൻ ആണെന്നൊക്കെയാണ് ബജാജ് അവകാശപ്പെടുന്നത്. എന്നാലും അതിൻ്റെ അകത്ത് എന്തൊക്കെയോ അപാകതകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓബിയസ്ലി അതൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടായിരിക്കും പുതിയ സീറ്റ്സ് വരാൻ പോകുന്നത്. കുറച്ചും കൂടെ ബെറ്റർ കുഷനിങ് ഒക്കെ ആവാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പണ്ടത്തെ ഹിമാലയൻ ഒക്കെ വന്നുകൊണ്ടിരുന്ന പോലത്തെ സോഫ്റ്റ് ഫോം ഒക്കെ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരു ചേഞ്ച് വന്നാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളത് നമ്മുടെ മിറേഴ്സ് ആണ്. ആക്ച്വലി അത് ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലുക്സ് ഒക്കെ തരുന്ന അടിപൊളി മിറേഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള 2 മിറേഴ്സാണ്. ഈ 2 മിറേഴ്സിൻ്റെ വെയിറ്റ് കാരണം തന്നെ വണ്ടിയുടെ ഹെഡ് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. സോ ഒരുപാട് ഡോമിനാസ് ഒക്കെ മിറേഴ്സ് മാറ്റി ബാറൻസ് ഒക്കെ യൂസ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനത്തെ വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഡോമിനാർ പോലത്തെ ഒരു ബൈക്ക് അല്ല ഓടിക്കുന്നതെന്ന് തന്നെ തോന്നിപ്പോവും. അത്രയും ഒരു ഡിഫറെൻറ്റ് ഫീൽ നമുക്ക് ഈ മിറേഴ്സ് റിമൂവ് ചെയ്താൽ തന്നെ കിട്ടും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി MVDയും നമ്മുടെ നാട്ടിലെ റൂൾസ് ഒന്നും അതിന് സമ്മതിക്കില്ല. ബാറിൻ്റെ യൂസ് ചെയ്താൽ തന്നെ നല്ല ഫൈനുകൾ കിട്ടും, മിറേഴ്സ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. കാര്യം നല്ല വിസിബിലിറ്റിയും നല്ല സ്റ്റിഫ്നെസ്സും ഒക്കെ ഹൈവേയിലൊക്കെ എത്ര സ്പീഡിൽ പോയാലും അതിൻ്റെ ഒരു പൊസിഷൻ പോലും ചേഞ്ച് ആയി പോയില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഡോമിനാറിൻ്റെ ആ മിറേഴ്സിനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അത് മാറ്റി കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഓവറോൾ വെയിറ്റ് കുറവുള്ള, അതായത് ഇതേ ഒരു ഷേപ്പിലൊക്കെ തന്നെ വെയിറ്റ് കുറവുള്ള മിറേഴ്സ് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഈ മിറേഴ്സ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 1500 രൂപയോളം ഒരു മിററിന് വരുന്നുണ്ട്. സോ അത്രയൊക്കെ എക്സ്പെൻസീവ് ആവാണ്ട് കുറച്ചും കൂടെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞാലും വെയിറ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയ ഡോമിനാറിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 2,80,000-നും 3,00,000 അണ്ടറിലും ആയിരിക്കും വരാൻ ഉദ്ദേശിക്കുന്നത്. ഓൺ റോഡ് പ്രൈസ് ആണ് കേട്ടോ. സോ ഇപ്പോൾ നിങ്ങൾ ഡോമിനാർ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ പർപ്പസ് ഹൈവേ ടൂറിങ് മാത്രമാണ്. ട്രാവലിംഗ് ടൂറിംഗ് ഒക്കെ തന്നെയാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം TFT അല്ലാണ്ട് അങ്ങനെ ഭയങ്കര വ്യത്യാസമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എസ്തെറ്റിക് വൈസ് ആണെങ്കിലും ടെക് വൈസ് ആണെങ്കിലും ഒന്നും അങ്ങനെ ഭയങ്കര അപ്ഗ്രേഡേഷൻ ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രൈസിൽ എന്തായാലും ഒരു ചേഞ്ച് വരുമെന്ന് ഉറപ്പ് കാണും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് LCD സ്ക്രീൻ വേണമെന്ന് മാത്രം നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. എന്തായാലും ഡിസ്കണ്ടിന്യൂ ആവുമോ, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ റീസെയിൽ വാല്യൂ പറയുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് അങ്ങനെയുള്ളവരൊന്നും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഡോമിനാർ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല. തീർച്ചയായും ഡോമിനാർ 400 ഇന്നും ഒരു ഗുഡ് വർത്ത് വാല്യൂ ഫോർ മണി ബൈ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.